ഹായ് ഓൾ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ദ സൺ ആണ്. അപ്പോൾ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു സക്സസ് വരുന്നു എന്നാണ് കിട്ടുന്ന മെസ്സേജ്. ഇരുണ്ടടഞ്ഞ് കിടന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഒരു കുട്ടികളുടെ പോലെ സന്തോഷിക്കാൻ കഴിയും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ എല്ലാം ആസ്വദിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് കാണുന്നുണ്ട്. ഇത്രയും നാളത്തെ കഷ്ടപ്പാടിനൊക്കെ ഒരു അറുതി വരുന്നതായിട്ടും അതുപോലെ വിജയശ്രീ ലാളിതരായി ആ സന്തോഷത്തിൽ മനം നിറഞ്ഞ് സന്തോഷിക്കാനും കഴിയുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ചിലർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടി വരും എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക. സ്വയം നിങ്ങൾ തന്നെ ഈ കണക്റ്റ് ആവാൻ നോക്കുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത് നിങ്ങളിലോട്ട് തന്നെ കണക്റ്റ് ആവാൻ നോക്കുക കേട്ടോ. പിന്നെ മറ്റുള്ളവർ ബാക്കി ഉള്ളവരെല്ലാം ഈ ഹീലിംഗ് പ്രോസസ്സ് ഒരു മുടക്കവും ഇല്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഹീലിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളും ഈ എനർജിയിലോട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അതിനാൽ നിങ്ങൾ നിരാശപ്പെടാതെ ക്ഷമയോടെ തന്നെ ഹീലിംഗ് തുടരുക. ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുക. അതുപോലെ ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുക. ഈ വക പ്രാക്ടീസ് എല്ലാം ഒരു മുടക്കവും കൂടാതെ നിങ്ങൾ ചെയ്തു പോരുക. നിങ്ങൾക്കും ഈ വിജയം എത്തിപ്പിടിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്കും ഈ ടൈമിൽ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തു പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബാക്കിയുള്ളവരെ ഈ എനർജിയിലോട്ട് എത്രയും പെട്ടെന്ന് അപ്ലിഫ്റ്റായി വരിക. എനർജി റൈസ് ചെയ്യുക കേട്ടോ. ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനിലൊക്കെ ഉള്ളവർ അവിടെ തന്നെ നിലനിൽക്കാണ്ട് ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് നിങ്ങളുടെ മനസ്സ് കൂൾ ആൻഡ് കാം ആക്കുക. നിങ്ങളെ കാത്ത് ഒരുപാട് സന്തോഷങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അപ്ലിഫ്റ്റ് ആവുക കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചില അഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് മേ ബി ഒരു കാർമിക് റിലേഷൻ ആകാം, നിങ്ങളുടെ ഈഗോ കാരണം ചെയ്യുന്ന ചില കാര്യങ്ങളാകാം, അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളാകാം. നിങ്ങളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ് കാണാൻ പറ്റുന്നത്. അത് വിട്ട് കളയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനത്തെ എന്ത് സാഹചര്യം ആണെങ്കിലും നിങ്ങളതൊന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഹയർ പർപ്പസിലോട്ടും നിങ്ങളുടെ സക്സസ് കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഒരു അഡിക്ഷൻ മെൻറ്റാലിറ്റിയിൽ നിന്നും ഒന്ന് മാറേണ്ടിയുണ്ട് കേട്ടോ. ഇത് ചിലർക്കത് മൊബൈലിൽ ഗെയിം കളിക്കുന്നതാകാം, മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ആകാം, അങ്ങനെ എന്തും ആകാം. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഇപ്പോൾ അൺഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് സംഭവം. അപ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ എന്തോ മറയ്ക്കുന്ന ഒരു എനർജിയാണ് നെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നത്. സിറ്റുവേഷൻ ഒന്നും ഫേസ് ചെയ്യാൻ കഴിയാതെ ഒരു ഒളിച്ചോട്ടം നടത്തുന്നവരുടെ എനർജിയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ചില സത്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്ന എനർജി നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ടു എങ്കിലും അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതും വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്ത് സാഹചര്യമാണെങ്കിലും നിങ്ങളത് ധൈര്യപൂർവ്വം നേരിടാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് തരുന്നുണ്ട്, അതുപോലെ പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ലൈഫിൽ വരുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിൽ ആണെങ്കിലും അതിനൊരു ക്ലാരിറ്റി ഡിവൈൻ തന്നെ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതൊരു കമ്മ്യൂണിക്കേഷൻ ആകാം, ഒരു മെസ്സേജ് ആകാം, എന്തെങ്കിലും ഒരു ഐഡിയ ആകാം. അങ്ങനെ എന്തായിരുന്നാലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിലോട്ട് കിട്ടാൻ പോകുന്നതായിട്ടാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത്. പിന്നെ നിങ്ങൾ ഒരു വളരെ പക്വതയാർന്ന ലോജിക് മെൻറ്റാലിറ്റിയോടുകൂടി തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നതായിട്ടും വളരെ ഷാർപ്പ് മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
നിങ്ങൾ ആ ഒരു എനർജിയിലോട്ട് നിങ്ങളുടെ ഈ അനുഭവ പാഠങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾ ഇമോഷൻസിനൊന്നും ഒരു സ്ഥാനവും കൊടുക്കാതെ സത്യം, ധർമ്മം എന്നിവ എന്താണോ അതിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന എനർജിയിലാണ് എന്നാണ് ഇവിടെ കണക്റ്റായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് വെല്ലുവിളികൾ വന്നിരുന്നാലും അത് എത്ര ദുർഘടമായിരുന്നാലും ശരി തന്നെ നിങ്ങൾ വളരെ ക്ഷമയോടെയും അതുപോലെ ആത്മധൈര്യത്തോടെയും നേരിടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇമോഷൻസിന് ഒന്നും നിങ്ങളെ അലട്ടാൻ സമ്മതിക്കാതെ നിങ്ങൾ വളരെ ബാലൻസ്ഡായി വളരെ ശാന്തമായി എല്ലാത്തിനെയും തരണം ചെയ്ത് പോകുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരും എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സപ്പോർട്ട് തരാനും ഗൈഡൻസ് തരാനും ഒക്കെ ഡിവൈൻ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇവിടെ ഒരു ലീഡർഷിപ്പ് പദവിയിലോട്ട് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു നല്ല വ്യക്തതയോടുള്ള കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ മോട്ടിവേഷനോടുകൂടി തന്നെ മുന്നോട്ട് പോകാനുള്ള എനർജിയിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ധൈര്യപൂർവ്വം നിങ്ങൾ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് എത്തിച്ചേരുക. അതുപോലെ തന്നെ ആ പദവി സ്വയം ഏറ്റെടുക്കാനുമാണ് ഇവിടെ ഡിവൈൻ ഞങ്ങളോട് പറയുന്നത്. ഈ എനർജിയിലേക്കെല്ലാം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരുന്നതാണ്. ഒരു പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായി തോന്നിയേക്കാം. എന്ന് വെച്ചാൽ ഈ പറയുന്നതൊക്കെ എപ്പോൾ സംഭവിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ പറഞ്ഞ റെമഡീസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുക, ഹീലിംഗ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് അപ്ലിഫ്റ്റായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പായിട്ടും ഈ സ്റ്റേജിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹീൽഡായിട്ട് ഈ എനർജിയിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ എനർജി എക്സ്ചേഞ്ചിന് ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും എന്ന് ഡിവൈൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഒരാളിൽ നിന്ന് വാങ്ങുന്നത് എന്താണേലും, അത് ലവ് ആണേലും കാശാണേലും കെയർ ആണേലും എന്താണേലും അത് നിങ്ങൾ സെയിം അളവിൽ തന്നെ തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളാണ് അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇതാണ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാലൻസിൽ കൊണ്ടുവരിക എന്നാണ് ഇവിടെ മെസ്സേജ് വരുന്നത്. എനർജി എക്സ്ചേഞ്ച് എന്തായാലും ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് മണി ഇപ്പം തിരിച്ചു തരാൻ പറ്റാത്തവർ, അത് സ്നേഹം അങ്ങനെ ഏത് രീതിയിലായിരുന്നാലും ഒരു എനർജി എക്സ്ചേഞ്ച് വരണം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ സോളിറ്റ്യൂഡ് മെൻറ്റാലിറ്റിയിൽ നിങ്ങളും ചില കാര്യങ്ങളൊക്കെ സ്വയം കണ്ടുപിടിച്ച് മറ്റുള്ളവർക്ക് കൂടി ഗൈഡൻസ് പകർന്നു കൊടുക്കേണ്ടവരാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആകുന്ന ഒരു സ്റ്റേജിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ സ്പിരിച്വൽ പാതയിൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് സത്യം എന്താണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടും അത് കിട്ടുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആ അറിവുകൾ നിങ്ങൾ മറ്റുള്ള എല്ലാവർക്കും ഒരു ഗൈഡൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ് എന്നും ഇവിടെ ഡിവൈൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ചെറിയ ഇടുങ്ങിയ ചിന്താഗതിയൊക്കെ കാരണം നിങ്ങൾക്ക് ചില സ്ട്രഗിൾസ് ലൈഫിൽ വന്നേക്കാം എന്നൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് സ്പിരിച്വലി ആകാം. നിങ്ങൾ സ്പിരിച്വലി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം വന്നേക്കാം. അല്ലാതെ ചിലർക്ക് ഒരു ശാരീരികമായിട്ടുള്ള വിഷമതകളാകാം. ഒരു സൈക്കിക് അറ്റാക്ക് എന്താണേലും ഒരു ചെറിയ രീതിയിൽ നിങ്ങളെ ഒന്ന് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കരുതിയിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകും. അത് കണ്ടുപിടിച്ച് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വൽ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യുക എന്നിവിടെ ഡിവൈൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഗൈഡൻസ് തരാനും എപ്പോഴും നിങ്ങളുടെ കൂടെ ഡിവൈൻ കൂടെ ഉണ്ടാകും. അതൊരു ഉറപ്പായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് 2-3 തവണയായിട്ട് ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ സൺ എനർജിയിലോട്ട് വരിക. ഏറെക്കുറെ പേർ ഇപ്പോൾ ഇതിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള മുൻകരുതലുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കരുതിയിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.